അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് നിങ്ങളുടെ കോഡെന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രത്യേകത ആദ്യം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതൊരു വെബ്സൈറ്റ് പോലത്തെ ഒരു സംഭവമല്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നത് ഒരു നമ്മുടെ ഈ ബോട്ട് അല്ലെങ്കിൽ ഷിപ്പ് ഡിറ്റക്ഷൻ എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് ഗോൾ. അല്ലാതെ ഇതൊരു വെബ്സൈറ്റോ വെബ് ആപ്ലിക്കേഷനോ അങ്ങനത്തെ ഉള്ള സംഭവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ഇൻ്റർഫേസ് ഇല്ല. ഇതിലും പ്രധാനമായിട്ടും കുറച്ച് ടെക്നിക്കുകളാണ് വരുന്നത്. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇതിൽ കാണുന്ന ഈ കോഡുകളുണ്ടല്ലോ, ഇതാണ് ആദ്യത്തെ ആ ഒരു സെല്ലെന്ന് പറയുന്നത്. ഇതിനകത്തുള്ള ഓരോ സെക്ഷനും ഇങ്ങനെയുള്ള ഒരു റെക്റ്റാങ്കിൾ ബോക്സ് അതിന് ചുറ്റും ഉണ്ടാവും. അതിനെ നമ്മൾ സെല്ലെന്നാണ് പറയുക. ഈ ആദ്യത്തെ സെല്ല് പിപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ എന്ന് പറയുന്നത് ഒരു ലൈബ്രറിയാണ്. നിങ്ങൾ ഇതിനകത്ത് ഡോക്യുമെൻറ്റേഷനകത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ടെൻസർഫ്ലോ ലൈബ്രറി ഇതിൻ്റെ പ്രധാനപ്പെട്ട ലൈബ്രറിയാണ്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സ്റ്റെപ്പാണ്. 2.5 എന്ന് പറയുന്ന വേർഷനാണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ റൺ ചെയ്യേണ്ട കാര്യമില്ല. ഇത് നമ്മൾ പ്രോഗ്രാം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് മാത്രം റൺ ചെയ്താൽ മതിയാവും. അതേപോലെ തന്നെയാണ് താഴെ വരുന്ന ഈ പിപ്പ് ഇൻസ്റ്റാൾ ടെൻസർഫ്ലോ എന്ന് പറയുന്ന ഈ ഒരു സാധനവും, അതും ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് പ്രധാനമായിട്ടും വരുന്നത് ഈ സെക്ഷൻ മുതലാണ്. ഈ ഒരു സെക്ഷൻ മുതലാണ് വരുന്നത്. തൊട്ട് മുമ്പുള്ളതൊക്കെ ജസ്റ്റ് പാക്കേജ് ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതിനകത്ത് ഫസ്റ്റ് ഇതിനകത്ത് ഈ ഫ്രം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഈ സംഭവം ഇമ്പോർട്ട് ഫ്രം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ പാക്കേജുകൾ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്റ്റെപ്പാണ്. ഓക്കെ. അപ്പോൾ ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഈ ഫ്രം ഇമ്പോർട്ട് വരുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രം കമ്പ്യൂട്ടർ വിഷൻ ഡോട്ട് ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻസ് ഡോട്ട് ജോമെട്രിക് മെട്രിക്സ്, ഇതൊക്കെ ഇതിനകത്ത് ഉള്ള പാക്കേജിൻ്റെ പേരുകളാണ്. അതിനകത്ത് നിന്ന് ജോമെട്രിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞൊരു ക്ലാസ്സാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ലോഡ് ചെയ്യേണ്ടത്. ഓക്കെ. ഇതാണ് ഇതിൻ്റെ പാക്കേജ് നെയിം. ഫ്രം കൊടുത്തിട്ട് ഇതാണ് അതിൻ്റെ പാക്കേജിൻ്റെ പേര്. ആ പാക്കേജിനകത്തുള്ള ക്ലാസ്സാണ് ഇമ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഓക്കെ. ഇനി ഇമ്പോർട്ട് വരുന്ന സ്ഥലങ്ങളിൽ ഇവിടെ ഇമ്പോർട്ട് ടെൻസർഫ്ലോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആസ് TFP എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് ടെൻസർഫ്ലോ പ്രോബബിലിറ്റി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ടൈപ്പ് ചെയ്താൽ മതി, TFP എന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഇവിടെ കണ്ടല്ലോ ടെൻസർഫ്ലോ ആസ് TF. ഇനി ടെൻസർഫ്ലോ ഒന്നും മൊത്തത്തിൽ ടൈപ്പ് ചെയ്യേണ്ട, TF യൂസ് ചെയ്താൽ മതിയാവും. അതുപയോഗിച്ച് അതിനകത്തുള്ള ക്ലാസ്സോ ഫംഗ്ഷനോ എന്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോൾ ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇങ്ങനെ ഓരോ പാക്കേജുകളായിട്ട് ഇതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ പാക്കേജുകൾ എന്താണെന്നുള്ളതിൻ്റെ നോട്ട് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അത് പഠിച്ചിട്ട് വേണം പോകാം. ഓരോന്നിൻ്റെ ഫംഗ്ഷൻ അതിനകത്ത് ഉണ്ടാകും. അടുത്ത് വരുന്ന ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കോഡുകളെന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഫങ്ഷൻസ് ആണ്. C സെഗ്മെൻറ്റേഷൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്താണ് ആ ക്ലാസ്സും ആ ഫംഗ്ഷനൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനെ കോൾ ചെയ്യുന്ന സ്റ്റെപ്പാണ് താഴോട്ട് വരുന്നത്. ഓക്കെ. ഇതൊക്കെ ക്ലാസ്സും നമുക്ക് ആവശ്യമായിട്ടുള്ള ഫങ്ഷൻസുമാണ്. നമുക്ക് അത് ഐഡൻറ്റിഫൈ ആയിട്ടും ക്ലാസ് C സെഗ്മെൻറ്റേഷൻ. ഇത് C സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പിൻ്റെ ക്ലാസ്സാണ്. അതിൻ്റെ അകത്തുള്ള ഫങ്ഷൻസും കാര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫങ്ഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഈ ഒരു ബോക്സിനകത്ത്. ഓക്കെ. ഇതിൻ്റെ വർക്കിംഗ് താഴോട്ട് വരുമ്പോഴത്തേക്ക് ഇതൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഇതൊക്കെ എന്താണെന്നുള്ള താഴോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഷിപ്പ് ഡിറ്റക്റ്റ് ചെയ്യേണ്ട ഇമേജ് ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഫസ്റ്റത്തെ ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. ഓക്കെ. img = cv2.imread. ഓക്കെ. ഈ imread എന്ന് പറയുന്നതൊക്കെ ഈ OpenCV എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്, അതിനകത്തുള്ള ഫംഗ്ഷനാണ്. അത് ഉപയോഗിച്ച് നമുക്ക് ഇമേജ് ലോഡ് ചെയ്യാനായിട്ട് കഴിയും. ഓക്കെ. ഇത് ആ ഇമേജിൻ്റെ സൈസൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. PLT എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ matplotlib എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്. അതിനകത്ത് പ്ലോട്ട് ചെയ്യാൻ, അതായത് ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓക്കെ. അത് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടാവും. PLT എന്ന് പറഞ്ഞിട്ട് ഉണ്ടല്ലോ, matplotlib.pyplot as PLT. ഓക്കെ. matplotlibനകത്ത് pyplot എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ട്. അതിനെയാണ് നമ്മളിവിടെ വിളിച്ചിട്ടുള്ളത് ഈ ഒരു ഇമേജ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇമേജ് ലോഡ് ചെയ്യുന്നു. PLT.show ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത് കൊടുത്താലേ ഇത് ഡിസ്പ്ലേ ആവത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ. ഇത് ഔട്ട്പുട്ടല്ല, ആക്ച്വലി നമ്മളിത് ലോഡ് ചെയ്യുന്നു, അതിൻ്റെ പ്രിവ്യൂ നമ്മൾ കാണുന്നു. അത് ഔട്ട്പുട്ടല്ല, നമ്മൾ ഔട്ട്പുട്ടിലോട്ട് ഇനിയാണ് പോകുന്നത്. നമ്മൾ ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഈ ഇമേജിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിലല്ലേ നമുക്കത് ഷിപ്പും അതേപോലെ തന്നെ ബാക്കി എന്തൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രെയിനിങ് ഡേറ്റയാണ്. അപ്പോൾ ട്രെയിനിങ് ഡേറ്റ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ്
നമ്മൾ ഈ ഒരു ഇമേജ് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആ ഒരു ഇമേജ്, ഇത് നമ്മുടെ ആ ഒരു ഹാർബർ അല്ലെങ്കിൽ ബേയിൻ്റെ ഒരു ഇമേജാണ്. അപ്പോൾ ഈ ഇമേജിൻ്റെ പ്രത്യേകത നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സൈഡിൽ കുറേ സിറ്റീസും കാര്യങ്ങളും ഉണ്ടാവും. ഓക്കെ, പിന്നെ ബോട്ടുള്ള സെക്ഷൻ ഉണ്ടാവും, പിന്നെ ഇവിടെയൊക്കെ വെള്ളമാണ് വരുന്നത് അല്ലേ, വാട്ടറാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ഈ ഡാറ്റ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെ ട്രെയിൻ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ബേയിൽ ഈ ഒരു ഏരിയ, ഒരു ചെറിയൊരു ഏരിയ സെലക്ട് ചെയ്യും. ഓക്കെ, അതാ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്, വളരെ ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ ഈ ഏരിയ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്യുന്ന ഏരിയയുടെ പ്രത്യേകത അതിനകത്ത് ഒബ്ജക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല, ഒബ്ജക്റ്റ് ഒന്നും ഇല്ലാത്ത ഒരു ഏരിയ ആയിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്, നമ്മൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു ഏരിയ സെലക്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒന്നുമില്ല, അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, നമ്മളല്ല, സിസ്റ്റമാണ് സെലക്ട് ചെയ്യുന്നത്. സെലക്ട് ചെയ്തിട്ട് അതിനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ട്രെയിൻ ചെയ്യും. ട്രെയിൻ ചെയ്യുന്നത് എന്തിനാണ് വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മീനിങ് ഈ ഒരു കളറ് വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഫീച്ചേഴ്സ് വരുന്ന ഏരിയയൊക്കെ എന്താണ്, വെള്ളമാണെന്ന് മനസ്സിലാവും. ഓക്കെ, മനസ്സിലാക്കുന്നതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫങ്ഷൻസൊക്കെ ട്രെയിൻ ചെയ്യുന്നു. അടുത്ത് വരുന്നൊരു പ്രോസസ്സാണ്. ഇനിയാണ് നമ്മൾ ആ പ്രോസസ്സിങ് ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പാണ്. ഓക്കെ, സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റെപ്പ് വേറെ ഒന്നുമല്ല, നമ്മൾ ഈ നേരത്തെ വാട്ടർ ഉപയോഗിച്ച് ട്രെയിൻ ചെയ്തു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ വാട്ടർ ഉള്ള ഏരിയ മൊത്തം എന്ത് ചെയ്യുക, അതായത് അതേപോലെ മാസ്ക് ചെയ്യുക. ഓക്കെ, ബ്ലാക്ക് കളർ ഉപയോഗിച്ച് മാസ്ക് ചെയ്യുക. ബാക്കിയുള്ളതാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, കാണുന്നത്. ഓക്കെ, അപ്പോൾ വാട്ടർ ഉള്ള ഏരിയ ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ബ്ലാക്കായിട്ട് കാണുന്നതായിട്ട് കാണാൻ പറ്റും. ഈ ഏരിയാസൊക്കെ കണ്ടല്ലോ, ഫുള്ള് ബ്ലാക്കായി. ഇനി ഈ ഏരിയാസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ ഷിപ്പ് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അതിന് മുമ്പ് വേറെ കുറച്ച് സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഇതാണ് ഫസ്റ്റത്തെ സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോർഫോളജിക്കൽ ഓപ്പറേഷൻസ്. ഇപ്പോൾ മോർഫോളജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ വേറെ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഇമേജ് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ വൈറ്റ് സ്പോട്ട്സ് ഉണ്ട്, ഇത് ഇവിടെയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നോയ്സ് പോലെയാണ്. നോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള ഡേറ്റയാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഏരിയയിലൊന്നും എന്തില്ല, ഷിപ്പില്ല. അവിടെയൊക്കെ എന്താണ്, ജസ്റ്റ് ഈ ഗ്രെയിൻസ് പോലെയൊക്കെ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ അത് നമുക്ക് ക്ലിയർ ചെയ്യണം. ആ ഒരു പരിപാടിയാണ് അടുത്ത് മോർഫോളജിക്കൽ ഓപ്പറേഷനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. ഈ ഒരു ഇമേജ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇതുണ്ടോ, ഇവിടെയൊക്കെ അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽ, നമ്മൾ ഈ ലാൻഡ് ഏരിയയിലുള്ള ഇതിൻ്റെ ഒന്നും ഇത് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതേപോലെ തന്നെ നമ്മുടെ കടലിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള സിഗ്നൽസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റിയിട്ടുണ്ട്. ഇവിടെ വരുന്ന ഈ സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ കപ്പലാവാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ ഇനിയും ചെക്ക് ചെയ്യേണ്ടതായിട്ട് ഉണ്ട്. അടുത്ത് വരുന്ന ഒരു സ്റ്റെപ്പാണ് എന്തെന്ന് പറയുന്നത്, ഈ റീജിയൻ ഗ്രോ എന്ന് പറയുന്നത്. ഓക്കെ, ഈ റീജിയൻ ഗ്രോ എന്ന് പറയുമ്പോൾ വേറൊന്നുമല്ല, ശരിക്കും ആക്ച്വലി സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലാർജ് ഏരിയ ഇതിനെ റിമൂവ് ചെയ്യുന്ന പരിപാടിയാണ് ബേസിക്കലി. ഓക്കെ, അതായത് കണക്റ്റഡ് ആയിട്ട് കിടക്കുന്ന ലാർജ് ഏരിയാസിനെ എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ജോലി. നിങ്ങൾ അടുത്ത ഒരു ഇമേജ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടല്ലോ, ആ ഒരു ഐലൻഡും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംഭവം ഇങ്ങനെ എടുക്കും, ഒരു പിക്സൽ എടുക്കും, അതിൻ്റെ അടുത്തുള്ള പിക്സലുകൾ തമ്മിൽ എന്ത് ചെയ്ത് നോക്കും, ഇങ്ങനെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ഷിപ്പാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും എന്തായിരിക്കും, വാട്ടർ ആയിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് മാസ്ക് വരണമല്ലോ അല്ലേ. അല്ലാതെ ഈ കരയൊക്കെ എടുത്ത് നോക്കുകയാണ്, ഇവിടെ ഉള്ള ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്ത് നോക്കുകയാണ്, അതിൻ്റെ അടുത്ത് ഫുള്ളും എന്തായിരിക്കും ഉണ്ടായിരിക്കുക, വേറെ ലാൻഡല്ലേ ഉണ്ടായിരിക്കുക, അതിനകത്ത് വാട്ടർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് എലിമിനേറ്റ് ചെയ്യും. കണ്ടല്ലോ, ഈ ഒരു ടോട്ടൽ ഏരിയ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൾട്ടി റീജിയൻ ഗ്രോ എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്ക്. അടുത്ത സ്റ്റെപ്പ് പ്രോസസ്സിങ് ബോട്ട് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇതിൽ നിന്ന് ബോട്ടുകൾ ഡിറ്റക്റ്റ് ചെയ്യുക. നമ്മൾ ലാസ്റ്റ് കിട്ടിയ ഈ ഒരു സംഭവത്തിൽ നിന്ന് ഏതൊക്കെയാണ് ബോട്ട് ആവാൻ സാധ്യത ഉള്ളത് എന്നുള്ളത് എന്ത് ചെയ്യുക, ഡിറ്റക്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു റീജിയൻ ഗ്രോ കഴിഞ്ഞതിന് ശേഷം ബാക്കി റിമൈനിങ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ക്വയർ ബോക്സ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് PCA അനാലിസിസ് ആണ്. അപ്പോൾ ഈ സെലക്ട് ചെയ്തിട്ടുള്ള ഇത് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് എല്ലാം ബോട്ട് ആയിരിക്കില്ല. കാരണം ഫോർ എക്സാമ്പിൾ ചിലയിടത്തൊക്കെ നമുക്ക് ഈ ഫോൾസ് സിഗ്നൽസ് വരാൻ ചാൻസ് ഉണ്ട്. എവിടെയൊക്കെ ഒന്നും ബോട്ടില്ല, പിന്നെ ഇവിടെ ബോട്ടില്ല. അപ്പോൾ ഇതിൽ ബോട്ടിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക, ബോട്ട് അല്ലെങ്കിൽ ഷിപ്പിനെ മാത്രം ഐഡൻറ്റിഫൈ ചെയ്യുക. ഇതിലുള്ള ഓരോ റൗണ്ട് ചെയ്ത ഈ ബോക്സുകളും ഇവിടെ ഇതേപോലെ ലോഡ് ചെയ്യും. ലോഡ് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ എന്ത് ചെയ്യും, ഇതൊന്ന് അനലൈസ് ചെയ്യും. അതായത് പല രീതിയിലുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അതായത് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്നൊക്കെ നമ്മൾ പറയും. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഈ അൺവാണ്ടഡ് ആയിട്ടുള്ള ഇതിനെ ഈ ഇമേജിൽ നിന്ന് ഒഴിവാക്കുക. അതേപോലെ തന്നെ
ഒരു ഒബ്ജക്റ്റിൻ്റെ ഫീച്ചർ എൻഹാൻസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്റ്റെപ്പിനകത്ത് വരുന്നത്. ഇതിനകത്താണെന്നുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വിഡ്ത്ത് അതേപോലെ തന്നെ ഹൈറ്റ്. അപ്പോൾ കപ്പലാകുമ്പോൾ അതിനൊരു ഫീച്ചർ ഉണ്ടാവുമല്ലോ, അതിന് നല്ല നീളം ഉണ്ടാവും, പിന്നെ അതിൻ്റെ ഫ്രണ്ടിന് ഒരു ഷേപ്പായിരിക്കും, ബാക്ക് ഒരു ഷേപ്പായിരിക്കും, അങ്ങനെ വരുന്ന ഫീച്ചേഴ്സ്. പക്ഷേ നമുക്കത് ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നോക്കുമല്ലേ, അപ്പോൾ അത് ക്ലിയർ പിക്ചറല്ല. ബട്ട് ഒരുവിധം ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വെച്ചിട്ട് അത് ബോട്ടാണോ അല്ലയോ എന്നുള്ളതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അതാണ് ഈ PCA അനാലിസിസിനകത്ത് നടക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇത് കുറേ എല്ലാ ഡിറ്റക്ട് ചെയ്തിട്ടുള്ള എല്ലാ ഒബ്ജക്റ്റുകളും ഇതിനകത്ത് പോകും. ഇത് കഴിഞ്ഞതിന് ശേഷം ബോട്ട് സെലക്ട് ചെയ്യും. ആ കിട്ടിയ ഇതിനകത്ത് ബോട്ടാണെന്ന് ഉറപ്പുള്ളതിനെയൊക്കെ എന്ത് ചെയ്യും, ഇതേപോലെ സെലക്ട് ചെയ്ത് എന്ത് ചെയ്യും, കാണിക്കും. ഓക്കെ, മൊത്തത്തിൽ ഇതിന് വേണ്ടിയിട്ട് എടുത്ത സമയമാണ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. ടോട്ടൽ ടൈം ടേക്കൺ 40.21 സെക്കൻഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ലാസ്റ്റ് നമ്മൾ ഈ കാണുന്നതാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ബോട്ടുകൾ. ഓക്കെ, ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ PC അനാലിസിസ് നടത്തിയിട്ട് കൺഫേം ചെയ്ത സാധനങ്ങളാണ്. ഇതിന് മുമ്പ് നമുക്ക് കണ്ടോ അതേപോലത്തുള്ള റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കിട്ടും. അതിനെയൊക്കെ ഒഴിവാക്കിയിട്ട് ബോട്ടാണെന്ന് ഉറപ്പുള്ളത് മാത്രം നമുക്ക് ഏറ്റവും അവസാനം റിസൾട്ടായിട്ട് നമുക്ക് എന്ത് ചെയ്യും, കാണിച്ച് തരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ കോഡെന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്ന ഡോക്യുമെൻറ്റേഷനൊക്കെ നോക്കിയിട്ട് പോവുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. ഓക്കെ.